ഹായ് ഓൾ. യെസ്, നീറ്റ് എക്സാം അടുത്ത് വരികയാണ്. നമുക്കിനി കഷ്ടിച്ചൊരു മാസത്തെ പ്രിപ്പറേഷൻ ആണ് ഇനി ബാക്കിയുള്ളതെന്ന് അറിയാം. അപ്പൊ ഇനി നമ്മുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രീ നീറ്റ് മോക്ക് എക്സാമുകളും അതിനുശേഷം പോയി നമ്മൾ നീറ്റ് എക്സാം, അതായത് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് പേപ്പറുകൾ എഴുതും, നീറ്റ് മാതൃകയിൽ എഴുതും. അതിനുശേഷം നമ്മൾ നമ്മുടെ നീറ്റിന്റെ എക്സാം എഴുതാൻ പോകുന്ന പാറ്റേൺ ആണ് കണ്ടുവരുന്നത്. അപ്പൊ ഇതിനു മുമ്പ് നടന്ന പരീക്ഷകൾ, നീറ്റ് 2023 ആയിക്കോട്ടെ 22 ആയിക്കോട്ടെ, ചില കേസുകളിലൊക്കെ, മിക്ക കേസുകളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആൻസർ കീ ചാലഞ്ചിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നീറ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കി ആ ക്വസ്റ്റ്യൻ ശരിക്കും ഇതിന്റെ ആൻസർ ഇതാണ്, നിങ്ങൾ മാർക്ക് ചെയ്തത് തന്നെയാണ്, പക്ഷെ നീറ്റിന്റെ ആൻസർ കീ വന്നപ്പോൾ അത് തെറ്റാണ് എന്ന രീതിയിൽ ചാലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ചാലഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നീറ്റ് എക്സാമിന് മുമ്പ് തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്താലാണോ എനിക്കത് മാർക്ക് കിട്ടുക, അത് അൺഅറ്റംപ്റ്റഡ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 4 മാർക്ക് കിട്ടുമോ, ഇത് ചാലഞ്ച് ചെയ്തിട്ട് എനിക്ക് മാർക്ക് കിട്ടാതിരിക്കുമോ? അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നീറ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടതല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അല്ല, നമ്മൾ ഒരു ചോദ്യത്തിന് എന്തെങ്കിലും ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ചോദ്യമോ അല്ലെങ്കിൽ എല്ലാം തെറ്റായിട്ടുള്ള ചോദ്യങ്ങളോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉള്ളപ്പം അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാന്നുള്ള കാര്യം ഇപ്പോഴേ അറിഞ്ഞിരിക്കണം. അങ്ങനെ നിങ്ങൾ ഈ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ അറിയണം, എഴുതണം, അതിനുശേഷം നീറ്റ് എക്സാം എഴുതണം എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. ഒരു തരത്തിലുള്ള എല്ലാ പബ്ലിഷ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയിരിക്കണം എന്നൊക്കെയാണ്. പക്ഷെ ഇതിനു മുമ്പുള്ള നീറ്റ് എക്സാംസിലൊക്കെ അങ്ങനെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് പ്രാവശ്യം നടന്നിട്ടുണ്ട്. അങ്ങനെ ആൻസർ കീസ് റിവൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലർക്കൊക്കെ ആൻസർ കീസ് മാർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നീറ്റ് എക്സാം എഴുതുമ്പോൾ നമുക്ക് ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആണ്. വരുന്ന 4 മാർക്ക് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത്രയും റാങ്കുകളാണ് അതിന്റെ ഇടയിൽ മാറുന്നത്. സിൻസ് ദ മെഡിക്കൽ സീറ്റ്സ് ആർ വെരി ലെസ്, നമുക്ക് ആ ഓരോ മാർക്കുകളും അതിൻ്റെതായ ഇമ്പോർട്ടൻസിൽ മനസ്സിലാക്കിയേ മതിയാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യം അറിഞ്ഞിരിക്കണം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ഫാക്ട്. ഇത് നമ്മുടെ നീറ്റിന്റെ പ്രോസ്പെക്ട്സിൽ തന്നെ പറയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അവർ ജനറലി അവർ പറയും, നിങ്ങൾക്ക് പ്രോസ്പെക്ട്സ് ഉണ്ടല്ലോ, പ്രോസ്പെക്ട്സ് ഇങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് ഇത് എന്ത് അവകാശമാണ് ചാലഞ്ച് ചെയ്യാൻ? അത് നമ്മൾ ആ അവകാശം വായിച്ച് തന്നെ മനസ്സിലാക്കണം. സോ അതിനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണിത്. സോ നമുക്കറിയാം നീറ്റ് എക്സാമിന്റെ പാറ്റേൺ മൊത്തത്തിൽ 200 ചോദ്യങ്ങളാണ്, 3 മണിക്കൂർ 20 മിനിറ്റ് ആണ് എന്നറിയാം. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി സെക്ഷൻസ് ആണെന്നറിയാം. അവിടെ ഓരോ സെക്ഷനും, അതായത് ഫിസിക്സ് എടുത്താൽ ഫിസിക്സിന്റെ സെക്ഷനിലും കെമിസ്ട്രിയുടെ സെക്ഷനിലും ബോട്ടണിയും സുവോളജി എല്ലാവരുടെയും സെക്ഷനിൽ എന്തുണ്ടെന്ന് അറിയാം. ഈ പറഞ്ഞ പോലെ സെക്ഷൻ എ, സെക്ഷൻ ബി ഉണ്ടെന്ന് അറിയാം. സെക്ഷൻ എയിൽ 35 ചോദ്യങ്ങളും സെക്ഷൻ ബിയിൽ 15 ചോദ്യങ്ങളുമാണ്. അങ്ങനെ സെക്ഷൻ എയിൽ 140 കമ്പൽസറി മാർക്കും സെക്ഷൻ ബിന്ന് 15-ൽ 10 എഴുതിയതിനുള്ള 40 മാർക്കുമാണ്. അതും കമ്പൽസറി 40 മാർക്കും കിട്ടി. ടോട്ടൽ 720-ലാണ് നിങ്ങളുടെ സ്കോർ വരുന്നത്. ഇതാണ് ബേസിക് പാറ്റേൺ ഓഫ് നീറ്റ് എക്സാം സ്റ്റാർട്ടിംഗ് ഫ്രം 2021 തൊട്ട് ഇങ്ങനെയാണ്. പിന്നെ അവർ പറയുന്നുണ്ട് 4 മാർക്കാണ് ശരി ഉത്തരത്തിന്, -1 മാർക്കാണ് തെറ്റുത്തരത്തിന്. അപ്പൊ നിങ്ങൾ ഒരു ചോദ്യം തെറ്റിച്ചാൽ കിട്ടാനുള്ള 4 മാർക്കും പോകും ടോട്ടലിൽ നിന്ന്, പിന്നെ ഒരു -1 പോകും. മൊത്തത്തിൽ 5 മാർക്കാണ് നിങ്ങൾക്ക് അവിടെ ഒരു ചോദ്യം തെറ്റിക്കുന്ന വകയിൽ നഷ്ടമാകുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയെങ്കിലും ഒരു ആൻസർ കീയിൽ എന്തെങ്കിലും ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് കറക്ഷനോ അല്ലെങ്കിൽ ആൻസർ കീ തെറ്റാണെന്നോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ തെറ്റാണ്, അങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ എങ്ങനെയുള്ളവർക്കാണ് ഇതിന് മാർക്ക് നൽകുക? അതിൽ അറ്റംപ്റ്റ് ചെയ്തവർക്കാണോ അറ്റംപ്റ്റ് ചെയ്യാത്തവർക്കാണോ? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ തെറ്റാണ്, അത് എല്ലാവർക്കും മാർക്ക് കിട്ടും എന്നുള്ളൊരു പാറ്റേൺ അല്ല ശരിക്കും നമ്മൾ നീറ്റ് എക്സാമിൽ ഫോളോ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് വ്യക്തമായി നോക്കാം. അങ്ങനെ തന്നെ മനസ്സിലാക്കി പരീക്ഷ എഴുതാനും ശ്രമിക്കുക. സോ നമുക്ക് സെക്ഷൻ എയിലേക്ക് വരാം. സെക്ഷൻ എ എന്ന് പറയുമ്പോൾ MCQs എല്ലാം കമ്പൽസറിയാണ്, 35 ചോദ്യങ്ങളാണുള്ളതെന്ന് അറിയാം. അപ്പൊ അവർ പറയുന്നുണ്ട്, നമുക്കറിയാം, എനി അനോമലി ഓർ ഡിസ്ക്രിപ്പൻസി ഈസ് ഫൗണ്ട് ആഫ്റ്റർ ദ പ്രോസസ് ഓഫ് ചാലഞ്ചസ് ഓഫ് ദ കീ വെരിഫിക്കേഷൻ ഇറ്റ് ഷാൾ ബി അഡ്രസ്ഡ് ഇൻ ദ ഫോളോയിങ് മാനർ. ഫസ്റ്റ് നമുക്കറിയുന്ന കാര്യമാണ് കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ഉള്ള ആൻസർ. അത്രേ അവർ പറയുന്നുള്ളൂ. കറക്റ്റ് ആവാം, അല്ലെങ്കിൽ 4 ഓപ്ഷൻസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആവാം. അങ്ങനെയാണെങ്കിൽ 4 മാർക്ക് കിട്ടുമെന്ന് പറയുന്നു. ദാറ്റ് ഈസ് ഓക്കെ. ഇൻകറക്റ്റ് ആണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് -1 വരുന്നു. അൺആൻസർഡ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാർക്ക് ഒന്നും തന്നെ ഇല്ല, 0 അവിടെ ഒന്നും നിങ്ങൾ ആ OMR അവിടെ റീഡിങ് വരുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം. ശ്രദ്ധിക്കണം, ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ശരിയാണെന്ന് വിചാരിക്കുക. ഒരു ക്വസ്റ്റ്യന്റെ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ശരിയാണെങ്കിൽ ശ്രദ്ധിക്കണം, ഇഫ് മോർ ദാൻ 1 ഓപ്ഷൻ ഈസ് ഫൗണ്ട് ടു ബി കറക്റ്റ് 4 മാർക്ക് കിട്ടും. അതിൽ ഏതെങ്കിലും കറക്റ്റ് ഓപ്ഷൻ മാർക്ക് ചെയ്തവർക്ക് മാത്രം 4 മാർക്സ് കിട്ടുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ ആ ക്വസ്റ്റ്യൻ തെറ്റാണ്, അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ ശരിയായതുകൊണ്ട് എല്ലാവർക്കും മാർക്ക് കിട്ടണം എന്നൊരു റൂൾ ഇല്ല. സോ ഇഫ് മോർ ദാൻ 1 ഓപ്ഷൻ ഈസ് ഫൗണ്ട് ടു ബി കറക്റ്റ്, then 4 മാർക്സ് വിൽ ബി awarded to only those who have marked any of the options. only those എന്ന് അവർ പറയുന്നുണ്ട്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇഫ് ഓൾ ഓപ്ഷൻസ്, എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ആ ചോദ്യം അറ്റംപ്റ്റ് ചെയ്താൽ മതി. ആ ചോദ്യം അറ്റംപ്റ്റ് ചെയ്തവർക്ക് മാത്രമേ അവിടെ 4 മാർക്ക് കൊടുക്കത്തുള്ളൂ. സ്കിപ്പ് ചെയ്തവർക്ക് അവിടെ 4 മാർക്ക് കൊടുക്കത്തില്ല. എപ്പോൾ? എല്ലാ ഓപ്ഷൻസും ശരിയാണെങ്കിൽ.
അത് രണ്ടാമത്തത്. ഇനി ആ ക്വസ്റ്റ്യൻ തെറ്റാണ് മൊത്തത്തിൽ. കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നമ്മുടെ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ബേസിലൊക്കെ ഫിസിക്സിൽ ഒരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ ആർക്കൊക്കെ മാർക്ക് കൊടുക്കാം എന്നാണ് സെക്ഷൻ എ പറയുന്നത്. അത് പറയുന്നത് ഇഫ് നൺ ഓഫ് ദ ഓപ്ഷൻ ഈസ് ഫൗണ്ട് കറക്റ്റ് or a question is found to be wrong എന്ന് പറയുന്നു, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ then all candidates who have appeared will be given 4 marks irrespective of the fact whether the question has been attempted or not attempted. അപ്പൊ ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ നിങ്ങൾ അയ്യോ ഇതിന് തെറ്റാണല്ലോ, ഞാൻ എന്തായാലും അറ്റംപ്റ്റ് ചെയ്യുന്നില്ല, കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ തെറ്റാണല്ലോ, നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. അപ്പം വളരെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ ശരിയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കറക്റ്റ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടത്തുള്ളൂ. മറ്റൊരു കാര്യം, 4 ഓപ്ഷൻസും ശരിയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിരിക്കണം, എന്നാലേ 4 മാർക്ക് കിട്ടത്തുള്ളൂ. നെഗറ്റീവ് മാർക്കിംഗ് ആണ്, ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് വിചാരിക്കുക, ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്തതാണെങ്കിൽ സേഫ് ആണ്. ആ നീറ്റ് എക്സാം അപ്പിയർ ചെയ്ത് എല്ലാവർക്കും നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണത്. അടുത്ത് പിന്നെ ജനറലി അറിയാവുന്ന കാര്യം, ക്വസ്റ്റ്യനിലെ കോൺസ്റ്റൻസ് തന്നിട്ടുള്ളത് വെച്ചിട്ടേ എഴുതാവുള്ളൂ. നമുക്ക് അറിയാവുന്ന കോൺസ്റ്റൻസ് വെച്ച് വാല്യൂ വെച്ചിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് പോയി ക്ലിക്ക് ചെയ്ത് നമുക്ക് അത് വെച്ച് ചാലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ക്വസ്റ്റ്യനിൽ എന്താണോ കോൺസ്റ്റന്റ് വാല്യൂ തന്നിട്ടുള്ളത് ആ ക്വസ്റ്റ്യന്റെ കോൺസ്റ്റന്റ് വാല്യൂ വെച്ചാണ് നമ്മൾ സോൾവ് ചെയ്യാനെന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം സെക്ഷൻ ബി MCQസിലേക്കാണ്. സെക്ഷൻ ബി MCQs നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ പറയാൻ പോയൊരു കാര്യം അറിയാൻ തോന്നുന്നു, എന്നാലും സെക്ഷൻ ബി MCQസിന്റെ സ്കീം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. സെക്ഷൻ ബിയിൽ നിങ്ങൾക്ക് അറിയാം എത്ര MCQs ഉണ്ട് മൊത്തത്തില്. മൊത്തം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 മൊത്തം 15 MCQs ഉണ്ട്. ഈ 15 MCQസില് ആദ്യത്തെ നിങ്ങൾ എഴുതിയ 10 എണ്ണത്തിന് മാത്രമേ അവർ റീഡിംഗ് എടുക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇതിൽ 14 MCQs അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ 13 MCQs അറ്റൻഡ് ചെയ്തെന്ന് വിചാരിക്കുക. 1 എഴുതി, 2 എഴുതി, 4 5 6 എഴുതി, ഈ ഭാഗത്തോട്ടെല്ലാം അറിയാം, ഈ ഭാഗത്തോട്ടെല്ലാം അറിയാന്ന് വിചാരിക്കുക. എന്നാൽ പോലും ആദ്യത്തെ 10 MCQ 1 2 3 4 5 6 7 8 9 10 ഇതുവരെയുള്ള 10 MCQs മാത്രമേ അവർ എന്ത് ചെയ്യത്തുള്ളൂ, സ്കോറിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യത്തുള്ളൂ സെക്ഷൻ ബിന്റെ കേസിൽ. അത് ശ്രദ്ധിക്കണം. അപ്പൊ 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 15 എണ്ണവും അറിയാമെങ്കിൽ 15 എണ്ണവും കയറി എന്ത് ചെയ്യണ്ട, മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ആദ്യത്തെ 10 എണ്ണം മാത്രമേ അവർ വാല്യുവേഷൻ എടുക്കത്തുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് സെക്ഷൻ ബിയിലേക്ക് എങ്ങനെയാണ് അവരുടെ നെഗറ്റീവ് മാർക്കിംഗ് പ്രോസസ്സുകൾ എന്ന് പറയാം. കറക്റ്റ് ആൻസർ ആണെങ്കിൽ +4 ശരിയാണ്, മൈനസ് മാർക്ക് ആണെങ്കിൽ -1 പോവും, ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ 0 നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനിയാണ് പറയുന്ന കാര്യം, ഇഫ് മോർ ദാൻ 1 ഓപ്ഷൻ ഈസ് ഫൗണ്ട് ടു ബി കറക്റ്റ്, നേരത്തെ പോലെ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ ശരിയാണെങ്കിൽ +4 മാർക്സ് വിൽ ബി അവാർഡഡ് ടു ഓൺലി ദോസ് ഹു ഹാവ് മാർക്ക്ഡ് എനി ഓഫ് ദ കറക്റ്റ് ഓപ്ഷൻസ്. ശരി ഉത്തരം പറഞ്ഞ അല്ലെങ്കിൽ ശരി ഉത്തരം മാർക്ക് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ +4 കൊടുക്കുള്ളൂ. ഒന്നാമത്തെ കാര്യം, എല്ലാ ഓപ്ഷനും ശരിയാണെങ്കിൽ അറ്റംപ്റ്റ് ചെയ്തവർക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കൊടുക്കുള്ളൂ. എല്ലാ ഓപ്ഷനും ശരിയാണെങ്കിൽ അറ്റംപ്റ്റ് ചെയ്തവർക്ക് മാത്രമേ എന്ത് കൊടുക്കുള്ളൂ, ദാറ്റ് ഈസ് മാർക്ക് കൊടുക്കുള്ളൂ. ഇനിയാണ് ട്വിസ്റ്റ്. സെക്ഷൻ ബിയിൽ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചു വായിക്കണം. സെക്ഷൻ എയിലെ ഇതുമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇഫ് എ ക്വസ്റ്റ്യൻ ഈസ് ഫൗണ്ട് ടു ബി ഇൻകറക്റ്റ് ഓർ ദ ക്വസ്റ്റ്യൻ ഈസ് ഡ്രോപ്ഡ് then 4 marks will be awarded to all those who have attempted the question. The reason could be due to human error or due to technical error. സെക്ഷൻ എയിൽ അങ്ങനെയായിരുന്നു. അതായത് സെക്ഷൻ എയിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ irrespective of the fact whether the question has been attempted or not, കാൻഡിഡേറ്റിന് മാർക്ക് കൊടുക്കും എന്നായിരുന്നു സെക്ഷൻ എയിൽ പറഞ്ഞത്. സെക്ഷൻ ബിയിൽ ഒരു ചോദ്യം തെറ്റാണെങ്കിൽ അവർ പറയാണ്, ഇഫ് എ ക്വസ്റ്റ്യൻ ഈസ് ഫൗണ്ട് ടു ബി ഇൻകറക്റ്റ് ഓർ ഡ്രോപ്ഡ്, 4 മാർക്ക് കൊടുക്കുന്നത് അത് അറ്റംപ്റ്റ് ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ OMR റീഡിംഗ്. ഓക്കെ, അപ്പൊ അതങ്ങനെ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു റൂള് അറിഞ്ഞു വെക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് കോൺസ്റ്റൻസിന്റെ ബേസിൽ വെക്കണം എന്നാണ്. അപ്പൊ ഇതാണ് ശരിക്കും റൂൾസ് ആണ് നമ്മുടെ NTന്റെ കേസിൽ. ഇത് പരീക്ഷയുടെ അടുക്കുമ്പോൾ പറഞ്ഞാൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. പരീക്ഷ എഴുതുന്നതിന് മുമ്പ് പ്രീ നീറ്റ് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ എഴുതുന്ന സമയമാണ്. അപ്പൊ ആ സമയങ്ങളിൽ നിങ്ങൾ അതിങ്ങനെ പാറ്റേൺ മനസ്സിലാക്കി പോവുക. സെക്ഷൻ എ ആണെങ്കിൽ എന്താണ്, ഒന്നിൽ കൂടുതൽ കറക്റ്റ് ആൻസറുകൾ കണ്ടാൽ ആ കറക്റ്റ് ആൻസറിൽ ഏതെങ്കിലും അറ്റംപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ തെറ്റാണ് ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്യും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിനെ അറ്റൻഡ് ചെയ്യേണ്ട. സെക്ഷൻ എ ആണെങ്കിൽ. സെക്ഷൻ ബി ആണെങ്കിൽ എല്ലാം അറ്റൻഡ് ചെയ്തു, തെറ്റാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ തെറ്റാണ് നിങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യം ഉണ്ടെങ്കിലും ചെറുതൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടില്ല, അവാർഡ് ചെയ്യില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ക്വസ്റ്റ്യൻ ഈസ് ഫൗണ്ട് ടു ബി ഇൻകറക്റ്റ് ഓർ ദ ക്വസ്റ്റ്യൻ ഈസ് ഡ്രോപ്ഡ്, then 4 marks will be awarded to all those who have attempted the question. ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തവർക്ക് മാത്രമേ 4 marks കൊടുക്കുള്ളൂ എന്ന് പറയുന്നു. പക്ഷെ ഇപ്പുറത്ത് irrespective of the fact that the question has been attempted or not attempted എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. All the best. Thank you so much.